കർണാടകയിൽ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിസഭയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും ജലസേചന വകുപ്പ് മന്ത്രിയുമായിരുന്ന രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവെച്ചു. താൻ ആവശ്യപ്പെട്ട വകുപ്പ് ലഭിക്കാത്തതിലുള്ള കടുത്ത അതൃപ്തിയെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ടുകൾ. കർണാടക സർക്കാരിലെ ഏറ്റവും സ്വാധീനമുള്ള വകുപ്പുകളിലൊന്നായ ബാംഗ്ലൂരു നഗരവികസന മന്ത്രാലയത്തിനായാണ് രാമലിംഗ റെഡ്ഡി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് ഡി.കെ. ശിവകുമാറായിരുന്നു ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. താൻ മുഖ്യമന്ത്രിയാകുന്ന ഘട്ടത്തിൽ ഈ വകുപ്പ് രാമലിംഗ റെഡ്ഡിക്ക് നൽകാമെന്ന് ഡി.കെ. ശിവകുമാർ നേരത്തെ ഉറപ്പു നൽകിയതായിരുന്നതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ രാമലിംഗ റെഡ്ഡി ഈ വാഗ്ദാനം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വകുപ്പ് വിഭജനം പൂർത്തിയായപ്പോൾ രാമലിംഗ റെഡ്ഡിയെ അതൃപ്തനാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് പുറത്തുവന്നത്. തനിക്ക് വാഗ്ദാനം ചെയ്ത നിർണായക വകുപ്പ് കൃഷ്ണബൗര ഗൌഡയ്ക്ക് നൽകിയതിൽ കടുത്ത അമർഷത്തിലായിരുന്ന രാമലിംഗ റെഡ്ഡി ഉടൻ തന്നെ രാജി സമർപ്പിക്കുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെയുണ്ടായ ഈ തുറന്ന പൊട്ടിത്തെറിക്ക് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്.